ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പാടത്തും പറമ്പിലും പണിയെടുക്കാൻ ഇപ്പൊ ആളെ കിട്ടാതായിരിക്കുക. അതിനിപ്പോ എവിടെയാ മലയാളികൾ പണിയെടുക്കാൻ? എല്ലാം പുറംനാട്ടുകാരല്ലേ. ഇവിടെ മലയാളികൾക്ക് വെയില് കൊള്ളാൻ മേല. 5 മണിക്ക് ശേഷം പണിയെടുക്കാനും വയ്യ. ഒരു ബംഗാളി പയ്യൻ വന്ന് പണിക്ക് നിന്നാണ്ടല്ലോ 6 മണി വരെ നല്ല ഭംഗിയായി നിന്ന് പണിയെടുക്കും. അവരുടെ ഗൾഫാണ് ഗോപാലകൃഷ്ണ നമ്മുടെ നാട്. ഇത്രയും കൂലി കൂടുതൽ കിട്ടുന്ന സ്ഥലവും വേറെ ഇല്ലെന്നാ അവര് പറയുന്നത്. അവരുടെ വരവിന്റെ രീതി തന്നെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ആദ്യം അവര് വന്നു, പിന്നാലെ അവരുടെ കൂട്ടുകാരെ കൊണ്ടുവന്നു, ഒടുവിൽ ഭാര്യയും കൂടെ കൂട്ടി. 5-6 വർഷമായിട്ട് ഇവിടെ താമസിച്ച് പണിയെടുക്കുന്ന ബംഗാളികളുണ്ടെന്നേ. അവരുടെ കുട്ടികളെ ഇവിടുത്തെ സ്കൂളിൽ ചേർത്ത് മലയാളവും പഠിപ്പിക്കുന്നുണ്ട്. വന്ന് വന്ന് കേരളം മലയാളികളുടെ നാടെന്നത് മാറി ബംഗാളികളുടെ നാടെന്ന് മാറുമോ? ഈ പോക്ക് പോയാലേ അങ്ങനെ ആകാനേ വഴിയുള്ളൂ. ശാരദാമ്മേ, ശാരദാമ്മേ, എന്താ? തൊട്ടപ്പുറത്തെ റോഡരികിലേ ഒരു പട്ടി ഒരു മനുഷ്യന്റെ കൈപ്പത്തിയും കടിച്ചോണ്ട് വന്നിരിക്കുന്നു. എന്താ പറഞ്ഞത്? ഏതോ ഒരാളുടെ കൈപ്പത്തിയും കടിച്ചോണ്ട് വന്നിരിക്കുന്നെന്ന്. മനുഷ്യന്റെ കൈപ്പത്തിയോ? പിന്നല്ലാതെ, മൃഗങ്ങളുടെ കൈപ്പത്തിയും കൊണ്ടുവന്ന ഇത്രയും പോലീസും ആളുകളും കൂടും. ഒന്ന് പോയി നോക്കണം സാറേ. അവിടെ ആരൊക്കെ ഉദ്യോഗസ്ഥന്മാര് വന്ന് ഫോട്ടോ എടുപ്പും പരിശോധനയും ഒക്കെയാ. അപ്പോ നിങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ലേ? അല്ല, ഇതിപ്പം എവിടെയായിട്ടാ? ശാരദാമ്മയുടെ ഈ സ്ഥലത്തിന്റെ പറമ്പിൽ നിറങ്ങുന്ന ആ താഴത്തെ റോഡില്ലേ, അവിടെ വെച്ചാ പട്ടിയെയും പട്ടി കടിച്ചു പിടിച്ച കൈപ്പത്തിയും നാട്ടുകാർ കണ്ടത്. കുടിയൻ കുമാരൻ കണ്ടതെന്നാ അവൻ പോലീസിനോട് പറഞ്ഞത്. എന്തായാലും കുമാരന് പണിയായിട്ടുണ്ട്. സാക്ഷിയാ, കോടതിയിൽ വരെ പോവേണ്ടി വരും. ഇനി കൊന്നതാരാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ കുമാരനെ പ്രതിയാക്കി പോലീസ് കൊണ്ടുപോവുകയും ചെയ്യും. ആളെ കൊന്നു കുഴിച്ചു മൂടാതെ കൈയറ്റ് പുറത്തു വരില്ലല്ലോ. ഞാനേ എന്തായാലും ഒന്ന് നോക്കിയിട്ട് വരട്ടെ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ആദ്യ. ഇത് എവിടെ നിന്ന് വന്നു ഈ കൈപ്പത്തി? ആരുടെ കൈപ്പത്തി ആയിരിക്കും അത്? എന്താ അമ്മേ, എന്താ കുറുപ്പ് സാറ് പറഞ്ഞോണ്ട് പോകുന്നത്? ആരുടെ കൈപ്പത്തി കിട്ടിയെന്ന് എനിക്കൊന്നും മനസ്സിലായില്ല. അത് പിന്നെ മോളെ, ഏതോ ഒരു തെരുവുപെട്ടി ഏതോ ഒരു മനുഷ്യന്റെ കൈപ്പത്തി കടിച്ചുകൊണ്ട് വന്നിട്ടിരിക്കുന്നു. പോലീസൊക്കെ എത്തിയിട്ടുണ്ട്. ഞാനിപ്പോ അവിടുന്നാ വരുന്നത്. പുഴയിൽ ഒഴുകി വന്ന ഏതെങ്കിലും ബോഡിയുടേതാവാനേ സാധ്യതയുള്ളൂ. വെള്ളത്തിൽ കിടന്ന് അഴുകി കഴിയുമ്പോ കൈ വിട്ടുപോകാനും സാധ്യതയുണ്ട്. അമ്മേ, വെള്ളം കുടിക്കാമേ, വെള്ളം കുടിക്ക.